ഹലോ ഗൈസ്, കർക്കിടക മാസത്തിൽ നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഒന്നാണ് കർക്കിടക കഞ്ഞി, അതായത് മരുന്ന് കഞ്ഞി എന്നും ഇതിനെ പറയാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിന് ഞാനൊരു കിറ്റാണ് വാങ്ങിയിട്ടുള്ളത്, കർക്കിടക കഞ്ഞി കിറ്റ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. ഈ കിറ്റ് വാങ്ങിയാൽ ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിൻ്റെ ഓരോ ഐറ്റംസുകളും നമ്മൾ ചിത്തിറങ്ങി നടക്കേണ്ട ആവശ്യമില്ല. കിറ്റിൽ എല്ലാ ഐറ്റംസും ഉണ്ടാവും. അപ്പം ഞാനിത് അങ്ങാടി കടയിൽ നിന്നാണ് അതിൻ്റെ കിറ്റ് വാങ്ങിയത്. ഇതാണ് കേട്ടോ ആ ഒരു കിറ്റ്. ഇതിൽ എല്ലാതും അടങ്ങിയിട്ടുണ്ട്. ഒരാൾക്ക് 7 ദിവസം കഴിക്കേണ്ട കഞ്ഞിയുടെ കിറ്റാണ് കേട്ടോ അതിലുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ഈ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. 7 ആളുകളാണ് കഴിക്കണതെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഇത് തീരും. ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കിയാൽ 7 ആൾക്ക് കണക്കായിരിക്കും. ഒരാൾക്കാണെങ്കിൽ 7 ദിവസം ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് അതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ് കേട്ടോ. ഇതെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കിറ്റൊന്ന് പൊട്ടിച്ച് നോക്കാം. കണ്ടോ, ഇത് 7 പാക്കറ്റ് നവരരിയാണ് കേട്ടോ, ആ വലിയ പാക്കറ്റിലുള്ളത്. പിന്നെ ഇത് മരുന്ന് പൊടിയാണ്, ഇതും 7 പാക്കറ്റാണ് വരുന്നത്. പിന്നെ ഉലുവ ഒരു 7 പാക്കറ്റ് ഉണ്ട്. അതുപോലെ ആശാല എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് 7 പാക്കറ്റ് ഉണ്ട്. പിന്നുള്ളത് ഇന്ദുപ്പും പിന്നെ വെള്ളം തിളപ്പിച്ച് കുടിക്കാനുള്ള പൊടി. നമ്മൾ ഈ കഞ്ഞി ഉണ്ടാക്കി കുടിക്കുന്ന ദിവസങ്ങളിൽ ഇറച്ചി മീനൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ് കേട്ടോ ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇതെല്ലാം ഞവരരിയാണ് കേട്ടോ, അതും 7 പാക്കറ്റാണുള്ളത്. പിന്നെ ഈ കഞ്ഞി കുടിക്കുന്ന ദിവസങ്ങളിൽ ആ പൊടി ഉണ്ടല്ലോ, ആ പൊടി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളമാണ് കുടിക്കേണ്ടതെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം ഞാൻ എല്ലാത്തിൻ്റെ 3 പാക്കറ്റ് വീതമാണ് എടുക്കുന്നത് ഒരു ദിവസം കഞ്ഞി ഉണ്ടാക്കാൻ കേട്ടോ. ആദ്യം ഒരു ബൗളിലേക്ക് ആശാലി 3 പാക്കറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിലേക്ക് ഉലുവ 3 പാക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 5 ആൾക്കുള്ള അളവാണ് കേട്ടോ കാണിക്കണത്. ഇതെല്ലാം 3 പാക്കറ്റ് വീതം എടുത്തപ്പോൾ 5 ആൾക്ക് കറക്റ്റ് ചെയ്തു കേട്ടോ. ഇനി 3 പാക്കറ്റ് ഞവരരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം വേറെ വേറെ തന്നെ കഴുകിയെടുക്കാം. എന്നിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞവരരി, ഉലുവ, ആശാലി ഇത്ര ഐറ്റംസ് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലുള്ള സാധനത്തിൻ്റെ ഇരട്ടി വെള്ളമാണ് ആവശ്യമുള്ളത്. ഇനി വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആശാലി കേൾക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. കസ്കസ് പോലെയാണത്, ഒന്ന് കുതിർന്ന് വരുത്ത വെള്ളമാകുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കണം. പിന്നെ മരുന്ന് പൊടിയും ഇന്ദുപ്പും നമ്മൾ ലാസ്റ്റാണ് ചേർക്കുള്ളൂ. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 5 വിസിലൊക്കെ അടിക്കുന്നത് വരെ വേവിച്ചെടുക്കാം. അങ്ങനെ 5 വിസിൽ വന്നപ്പോൾ നമ്മളുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും കഴിക്കാം, അല്ലെങ്കിൽ പിന്നെ വെള്ളം ആവശ്യത്തിന് ചേർത്തിട്ട് അങ്ങനെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ തീ ഓണാക്കിയിട്ടില്ല, ഇതെല്ലാം ചേർത്തതിന് ശേഷമാണ് തീ ഓണാക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഇന്ദുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു പാക്കറ്റാണ് ഉണ്ടായിരുന്നത്, അതിൻ്റെ പകുതിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ മരുന്ന് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, 3 പാക്കറ്റ് മരുന്ന് പൊടി. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് തീ ഓണാക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ വീണ്ടും 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കൊരു കഞ്ഞി രൂപത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വെള്ളം ചേർത്തിട്ടുള്ളത്. ഇതിങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ വെള്ളം വറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ആവശ്യാനുസരണം വെള്ളം ചേർക്കുക. നന്നായിട്ട് തിളച്ച് വന്നാൽ തീ ഓഫാക്കി കൊടുക്കാം. ഇതെല്ലാവരും കർക്കിടക മാസം കഴിയുന്നതിൻ്റെ മുന്നേ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം കേട്ടോ. നമുക്ക് നല്ല ആരോഗ്യം തരുന്ന ഒരു കഞ്ഞിയാണിത്, കർക്കിടക കഞ്ഞി. ഇനി അത് തീ ഓഫാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേറെ ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്, നൈസായിട്ട് അരിഞ്ഞ് ചെറിയ ഉള്ളി. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ചെറുള്ളി വഴറ്റിയെടുക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഉള്ളി കരിഞ്ഞു പോവും. അപ്പോൾ നമ്മളുടെ കഞ്ഞീൻ്റെ ടേസ്റ്റ് മാറിപ്പോവും കേട്ടോ. അങ്ങനെ ഉള്ളി തൂമിക്കുന്ന പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഉള്ളി ചൂടോടുകൂടെ നമ്മളുടെ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കഞ്ഞി തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ, തീ ഓഫാക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചൂടോടെ തന്നെ നമുക്കിത് കഴിക്കാം. ഈ ഒരു കർക്കിടക കിറ്റ് വാങ്ങുകയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ ഇതുണ്ടാക്കാൻ. എല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്, അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ആരും ഇത് മിസ്സാക്കരുത്. ഈ ഒരു മാസം തന്നെ ഇത് കഴിക്കണം. ഈ മാസം കഴിഞ്ഞിട്ട് ഇത് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. നമ്മളുടെ ആരോഗ്യത്തിനും വേദനകളൊക്കെ മാറാനും
എല്ലാ കാര്യത്തിനും ഈ ഒരു കർക്കിടകക്കഞ്ഞി നല്ലതാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ അത് കഴിക്കാട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.